ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ മസാലയൊന്നും വഴറ്റാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തവും എന്നാൽ വളരെ ടേസ്റ്റിയുമായ ഒരു സ്നാക്കാണ് റെഡിയാക്കിയെടുക്കുന്നത്. അവൽ വെച്ചൊരു കട്ട്ലറ്റാണ് ഇന്നത്തെ റെസിപ്പി. സാധാരണ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് റെഡിയാക്കുന്ന കട്ട്ലറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൻ്റെ ടേസ്റ്റ്. തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ വെള്ളമെടുത്ത് 2 കപ്പ് അവൽ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയ ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വച്ച ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് 2-3 വട്ടം ഇങ്ങനെ കറക്കി കൊടുക്കാം. അത് ഇതേപോലെ നന്നായി ഒന്ന് അരിഞ്ഞു വന്നാൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ചതച്ച മുളകും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ 2-3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അവസാനമായി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ച് യോജിപ്പിക്കാം. ഇനി നമ്മൾ ഫൈനായി പൊടിച്ച അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു മാവ് കിട്ടുന്ന രീതിയിൽ അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു മീഡിയം സൈസ് ബോൾ എടുത്ത് കയ്യിൽ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ നിന്നും 10 കട്ട്ലറ്റാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിൽ 1/2 കപ്പ് മൈദ ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് മീഡിയം തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ച കട്ട്ലറ്റ് ഈ ബാറ്ററിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്ത ശേഷം കോരി മാറ്റാം. അപ്പോൾ വളരെ വ്യത്യസ്ത രുചിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.